വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് വളരെ സന്തോഷമുള്ള ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 3-4 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. RRB റെയിൽവേ ടീച്ചറിന്റെ എക്സാം ഡേറ്റുമായി, അല്ലെങ്കിൽ എക്സാം എപ്പോൾ നടക്കും, എപ്പോഴാണ് ചാൻസ് എന്നുള്ളത് നമ്മളൊരു സർവേ റിപ്പോർട്ടിലൂടെ വിലയിരുത്തിയായിരുന്നു. ഓക്കെ, അപ്പൊ ആ റിപ്പോർട്ടിനെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പൊ എല്ലാവരും റെയിൽവേ ടീച്ചർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും, നമ്മുടെ സ്റ്റുഡൻസ് ഉൾപ്പെടെ എല്ലാവരും, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് ആണ് ഈ വീഡിയോ. അപ്പൊ ദയവായിട്ട് എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെയും ലൈക്കിലൂടെയൊക്കെ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ RRBയുമായിട്ട് ബന്ധപ്പെട്ട, KVSയുമായിട്ട് ബന്ധപ്പെട്ട, NVSയുമായിട്ട് ബന്ധപ്പെട്ട, EMRSയുമായിട്ട് ബന്ധപ്പെട്ട, DSSBയുമായിട്ട് ബന്ധപ്പെട്ട, CTET, KTET, HSA ഇങ്ങനെയുള്ള എക്സാമുകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും അതാത് സമയത്ത് അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് അറിയുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് 2-3 ദിവസങ്ങൾക്ക് മുന്നേ നമ്മളൊരു ഇത്തരത്തിലൊരു വീഡിയോ ചെയ്ത സമയത്ത് പറയുകയുണ്ടായി. അതായത് പല റെയിൽവേയുടെ പല എക്സാമുകൾ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു എക്സാം നോട്ടിഫൈ ചെയ്തത് മുതൽ ആ എക്സാം നടക്കുന്നത് വരെയുള്ള ഡേറ്റ് വെച്ചുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു, അല്ലേ? അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് 2 കാര്യങ്ങളുണ്ട് ഇതില്. നമ്മുടെ ഉദ്യോഗാർത്ഥികളിലെ RRB സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ 5/2024 നോൺ ടെക്നിക്കൽ, അതായത് ഗ്രാജുവേറ്റ് ലെവല് നോൺ ടെക്നിക്കൽ വേക്കൻസിയിൽ അപ്ലൈ ചെയ്തവർക്കും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പൊ അതായത് 5/2024 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ഗ്രാജുവേറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. റെയിൽവേ അവരുടെ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് 5 ജൂൺ 2025 ടു 23 ജൂൺ 2025 വരെയാണ് അവരുടെ എക്സാമിന്റെ CBTയുടെ ഫസ്റ്റ് CBTയുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഈ 5/2024 വേക്കൻസി അപ്ലൈ ചെയ്തിട്ടുള്ളവര് കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താണ് RRB ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. RRB നമ്മുടെ ടീച്ചർ വേക്കൻസി, RRB ടീച്ചർ വേക്കൻസി എന്ന് പറയുന്നത്, RRB ടീച്ചർ വേക്കൻസി, ഓക്കെ, RRB ടീച്ചർ വേക്കൻസി വിളിച്ചിരിക്കുന്നത് 5 അല്ല, സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ 7/2024 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കിംവദന്തികൾ ഞാൻ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. 1-2 മാസങ്ങൾക്ക് മുമ്പ് ജൂൺ 8 അല്ലെ, ജൂൺ 8 അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്കില് നമ്മുടെ ഈ എക്സാം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം അൺഒഫീഷ്യൽ ആയിട്ട് അറിയിച്ചിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുന്നേ ചെയ്തൊരു വീഡിയോയും ഈ ഒരു കാര്യം കൂടി വെച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇല്ലേ, ഒരിക്കലും ജൂണില് നമ്മുടെ RRB ടീച്ചറിന്റെ എക്സാം നടക്കാനുള്ള സാധ്യത ഒരിക്കലും ഇല്ല. കാരണം എന്താണ്, ജൂൺ 5 മുതൽ 23-ാം തീയതി വരെ ഏതാണ് സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ 5/2024 നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസിലേക്കുള്ള ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെ അല്ലെങ്കിൽ എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ RRB റെയിൽവേയുടെ എക്സാം ഈ ഒരു കാലയളവിൽ ഒരിക്കലും റെയിൽവേ ടീച്ചറിന്റെ എക്സാം അല്ലെ, RRB നമ്മുടെ 7/2024 എന്ന് പറയുന്ന ആ ടീച്ചറിന്റെ എക്സാം എന്തായാലും ഈ ഒരു കാലയളവിൽ നടക്കാൻ പോകുന്നില്ല.
അപ്പം സന്തോഷമായെന്ന് കരുതുന്നു എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ധൈര്യമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങിയിട്ടുള്ളവർക്ക് ഇനിയും ഉഴപ്പി നിൽക്കുന്നവർക്കൊക്കെ വളരെ ശക്തമായിട്ട് പഠിക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കുവാനും പഠിച്ചു തുടങ്ങുവാനുള്ള ഒരു ടൈം ഉണ്ട്, ജൂൺ. ഓക്കെ, അപ്പൊ നമ്മള് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്, അതായത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു അല്ലേ, അതായത് ഈ നമ്മുടെ ഈ ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ്. അതായത് ഈ നോൺ ടെക്നിക്കൽ പോപ്പുലർ വേക്കൻസി 5/2024 എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിന്റെ എക്സാം നടക്കുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജൂൺ 5 മുതൽ ജൂൺ മാസം 5 മുതൽ ജൂൺ മാസം 23 തീയതി വരെ ഏകദേശം 15 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന, അല്ലെ 15 ദിവസം ഉണ്ടായ എക്സാമിന്റെ പല സെക്ഷനായിട്ട് നടക്കുന്നു അല്ലെ, പല ഡേറ്റുകളിലായിട്ട് നടക്കുന്നുണ്ട് ആ ഒരു എക്സാം എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ എന്തായാലും ആ ഒരു ടൈമില് നമ്മുടെ എക്സാം നടക്കത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സെൻട്രലൈസ്ഡ് വേക്കൻസി 5/2024 എന്ന് പറയുന്ന ഈ എക്സാം നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്, ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സെപ്റ്റംബർ 14 സെപ്റ്റംബർ 14 സെപ്റ്റംബർ 14, 2024 ഈ എക്സാം വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കിയോ, നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ബന്ധപ്പെടുത്തി ആ ഒരു ലെവലിൽ തന്നെ ഇതിനെ അനലൈസ് ചെയ്യണമെങ്കിൽ സെപ്റ്റംബർ 14 വിളിച്ചു. നമുക്ക് ഒക്ടോബർ കൂടി നോക്കാം. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. അപ്പൊ നോക്ക്, 1, 2, 3, 4, 5, 6, 7, 8, 9, ഏകദേശം 9 മാസം ഇല്ലേ, ഏകദേശം 9 മാസം എടുത്തു ഈ ഒരു പോസ്റ്റിന്റെ എക്സാം നടക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, 9 മാസം, 9ാമത്തെ മാസമാണ് എന്ത് ചെയ്യുന്നത്, വിളിച്ചിട്ട് ആപ്ലിക്കേഷൻ വിളിച്ചതിന് ശേഷം 9ാമത്തെ മാസമാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിക്കൂടെ, നമ്മുടെ ടീച്ചർ വേക്കൻസിയുടെ എക്സാം എന്ന് പറയുന്നത് ജനുവരി, നമുക്ക് ജനുവരി നോക്കാം. ജനുവരിയിൽ നോട്ടിഫൈ ചെയ്തു, അതിൽ ഒരുപാട് എക്സെപ്ഷൻ കൊടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫെബ്രുവരി നോക്കാം. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. 1, 2, 3, 4, 5, 6, 7, 8. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ എക്സാം എന്ന് പറയുന്ന പ്രോബബ്ലി ഒരു 90%, 90% സെപ്റ്റംബർ ഓർ ഒക്ടോബർ, അല്ലെങ്കിൽ ഓഗസ്റ്റ് ടു നവംബർ വരെയുള്ള അതിനിടയിൽ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഓക്കെ, ഇതിനിടയിലുള്ള ഈ ഒരു മന്തിൽ മാത്രമേ നടക്കാൻ ഒരു 90% ചാൻസ് ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 100% നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, ധാരാളം സമയമുണ്ട്. അപ്പം നമ്മള് ഈ റെയിൽവേയുടെ ഈ ഓരോ എക്സാം പാറ്റേൺ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും ടൈം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 മുതൽ 9 മാസം വരെ, 6 to 9 മന്ത് വരെ എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിന്റെ ഡ്യൂറേഷൻസ് ആപ്ലിക്കേഷൻ വിളിച്ചിട്ട് കിട്ടുന്നുണ്ട്. അപ്പം എന്തായാലും ജൂണിൽ നടക്കാൻ ഒരു സാധ്യതയില്ല. 90% എവിടെ നടക്കാനാ സാധ്യതയുള്ളൂ, സെപ്റ്റംബർ ഓർ ഒക്ടോബർ, അല്ലെങ്കിൽ ഓഗസ്റ്റ് മുതൽ നവംബറിനിടയിലുള്ള ഈ ഒരു മാസത്തിനുള്ളിലായിരിക്കും നമ്മുടെ എക്സാം കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ധാരാളം സമയമുണ്ട്. ഇപ്പൊ മെയ് ആണ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഏകദേശം 4-5 മാസത്തോളം അല്ലെങ്കിൽ 6 മാസത്തോളം ഇനിയും നമുക്ക് പഠിക്കുവാനായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട. പഠിച്ചു തുടങ്ങിയിട്ടുള്ളവർ അല്ലെങ്കിൽ കുറച്ച് പഠിച്ചവർ ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട. ധൈര്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പൊയ്ക്കോളൂ. തീർച്ചയായിട്ടും നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മുടെ തന്നെ RRB ടീച്ചറിന്റെ കോഴ്സ് ഉണ്ട്, RRB ടീച്ചറിന്റെ ഓൺലൈൻ കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ അഡ്മിഷൻ ഫീസ് മാത്രമേ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. ഈ ബാച്ചിന് 599 എന്ന് പറയുന്ന അഡ്മിഷൻ ഫീസ് ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക്
ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലിങ്ക് കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ 7736750473 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ കോൾ വിളിച്ചോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്, അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പം റെയിൽവേ ടീച്ചറിന് 599 രൂപയാണ് ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ റെയിൽവേ ടീച്ചറിന്റെ ഒപ്പം തന്നെ നമ്മൾ അടുത്ത അഡ്മിഷൻ നടക്കുന്ന അല്ലെങ്കിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് HSA നാച്ചുറൽ സയൻസിന്റെ ബാച്ചാണ്. HSA നാച്ചുറൽ സയൻസ് 999 ആണ് ഫീ എന്ന് പറയുന്നത്. ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. അതുപോലെ തന്നെ HSAയുടെ തന്നെ ജനറൽ ബാച്ച് ഉണ്ട്, 499 ആണ്. HSAയുടെ ജനറൽ ബാച്ചിന്റെ ഫീസ് 499 ആണ്. അതുപോലെ LP UP ലോങ് ടേം എന്ന് പറയുന്ന ബാച്ച്, അടുത്ത നോട്ടിഫിക്കേഷൻ വരെയുള്ള ഫുൾ ബാച്ച്, അത് തീർത്തും സൗജന്യമായിട്ട് നൽകപ്പെടുകയാണ്. ഓൺലി അഡ്മിഷൻ ഫീസ് 299 അടച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അത് കൂടാതെ തന്നെ നമ്മുടെ അടുത്ത അഡ്മിഷൻ നടക്കാൻ പോകുന്ന പുതിയ ബാച്ചുകള് KVS ടീച്ചറിന്റെ എല്ലാ ബാച്ചുകളും നമുക്കുണ്ട്. അതുപോലെ തന്നെ NVSന്റെ എല്ലാ ബാച്ചുകളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ CTET കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ KTETന്റെ ബാച്ചും ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. അതിന്റെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ നടക്കാൻ പോവുകയാണ്. അതിന്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്പൊ ഈ മുകളിൽ പറഞ്ഞ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജുകളിലൂടെ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വിഷമവും കൂടാതെ, ഒരു ടെൻഷനും അടിക്കാതെ എന്ത് ചെയ്യുക, പഠനം മുന്നോട്ട് കൊണ്ടുപോവുക, പഠിക്കുക. പഠിച്ചിട്ടില്ലാത്തവര് പഠിച്ചു തുടങ്ങുക. ഇനിയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഇതിന്റെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ആയിട്ട് വരുന്നുണ്ട്. എത്രത്തോളം ആപ്ലിക്കൻസ് ഉണ്ട്, എത്രത്തോളം ആപ്ലിക്കൻസിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്, റിജക്ട് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ ആപ്ലിക്കേഷൻ ഫോംസ് എത്രയാണ്, എത്ര നമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെല്ലാം സോണിൽ എത്രത്തോളം ആപ്ലിക്കൻസ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന്റെ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അതുകൂടെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു എക്സാം വളരെ നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ സബ്ജക്ട് വൈസ് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും സിലബസ് അറിയാം അല്ലെ. റെയിൽവേ ടീച്ചർ 50 മാർക്കിന്റെ പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജി പോർഷനും, ബാക്കി 50 മാർക്കിന്റെ ജനറൽ സബ്ജക്ട് മാത്സും മെന്റൽ എബിലിറ്റിയും റീസണിങ്ങും ജനറൽ സയൻസും ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും അടങ്ങുന്ന 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം വളരെ എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നിങ്ങളോട് പറയാനായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ഈ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എത്രത്തുള്ള വിവരങ്ങൾ അറിയുന്നതിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.